നാലാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സാഹിത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം മൂന്നാമത്തെ പാഠമായ കിർമിച്ച് കി ഗേന്ദ്. കിർമിച്ച് കി ഗേന്ദ്, ഗേന്ദ് പന്ത്, കിർമിച്ച് വളരെ കട്ടിയുള്ള ഒരു തരം മെറ്റീരിയലാണ്, പന്തുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് കിർമിച്ച്. കിർമിച്ച് കൊണ്ടുള്ള പന്താണ് നമുക്ക് പഠിക്കാനുള്ള പാഠം. ഓക്കെ. गर्मी की छुट्टियां थी. दोपहर के समय दिनेश घर में बैठा कोई कहानी पढ़ रहा था. तभी पेड़ के पत्तों को हिलाती हुई कोई वस्तु दम से घर के पीछे वाले बगीचे में गिरी. दिनेश आवाज से पहचान गया कि वह वस्तु क्या हो सकती है. वह एकदम से उठकर बरामदे की चिक सरकाकर बगीचे की ओर भागा. गर्मी की छुट्टियां थी. നല്ല ചൂടുള്ള വേനൽ അവധിക്കാലമായിരുന്നു. ഗർമി വേനലാണ്, ചൂടുള്ള സമയം, വേനൽ അവധിയായിരുന്നു. ദോപഹർ കെ സമയ, ദോപഹർ ഉച്ചയാണ്, ഉച്ച നേരത്ത്. ദിനേശ് ഘർമേം ബൈട്ട കൊയ് കഹാനി പഠ് രഹാ ഥ. ദിനേശ് എന്ത് ചെയ്യുകയായിരുന്നു? ഘർമേം ബൈട്ട, വീട്ടിലിരുന്നിട്ട്, കൊയ് കഹാനി പഠ് രഹാ ഥ, ഏതോ കഥ, കഹാനി സ്റ്റോറിയാണ്, കഥ വായിക്കുകയായിരുന്നു. തബി പേഡ് കെ പത്തോങ്കോ ഹിലാത്തി ഹുയി, ആ സമയത്ത് പേഡ് കെ പത്തോങ്കോ, വൃക്ഷത്തിൻ്റെ ഇലകളെയൊക്കെ, ഹിലാത്തി ഹുയി, ഇളക്കിക്കൊണ്ട്, കൊയ് വസ്തു ദം സെ ഘർ കെ പീച്ചെ വാലെ ബഗീചെ മേ ഗിരി, എന്തോ ഒരു വസ്തു, കൊയ് വസ്തു എന്താണെന്നറിയില്ല, എന്തോ ഒരു വസ്തു ധംസെ, ധംസെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിനാണ് ധംസെ എന്ന് പറയുന്നത്. ആ ഒരു ശബ്ദത്തോടു കൂടി ഘർ കെ പീച്ചെ വാലെ ബഗീചെ മേ, വീടിൻ്റെ പിൻഭാഗത്തുള്ളതായ തോട്ടത്തിൽ വന്ന് വീണു. ദിനേശ് ആവാസെ പെഹച്ചാൻ ഗയാക്കി, ദിനേശിന് ആവാസെ, അതിൻ്റെ സൗണ്ട് കൊണ്ട്, പെഹച്ചാൻ ഗയാക്കി, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, എന്നെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. ഓ വസ്തു ക്യാ ഹോ സക്തി ഹേ, അതെന്താണ് എന്ന് സാധിച്ചു. ഏക്ദം സെ ഉഡ്കർ, അവൻ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട്, ബരാമദേക്ക് ചിക് സർക്കാക്കർ, പെട്ടെന്ന് എണീറ്റിട്ട് എന്താ ചെയ്തത്? ബരാമദേക്ക് ചിക് സർക്കാക്കർ, വരാന്തയിലുള്ളതായ ചിക്ക് മീൻസ് ബാമ്പു കൊണ്ടുള്ള കർട്ടനാണ്, അതിനെ സർക്കാക്കർ, അതിനെ നീക്കിയിട്ട് ബഗീചേക്ക് ഓർ ഭാഗ, എന്ത് ചെയ്തു? ആ തോട്ടത്തിലേക്ക് അവൻ എന്ത് ചെയ്തു? ഭാഗ, അവൻ ഓടി. അരെ അരെ ബേട്ട കഹാൻ ജാ രഹാ ഹേ, ബാഹർ ലൂ ചൽ രഹി ഹേ. ദിനേശ് की माँ मशीन चलाते चलाते एकदम जोर से बोली. അരേ അരേ ബേട്ട കഹാൻ ജാ രഹാ ഹേ, അതെ അതെ കുട്ടി, നീ എവിടെ പോകുന്നു? മകനെ, നീ എവിടെ പോവുകയാണ്? ബാഹർ ലൂ ചൽ രഹി ഹേ, ലൂ ചൽ രഹി ഹേ, ലൂ ഉഷ്ണക്കാറ്റാണ്, പുറത്ത് നല്ല ഉഷ്ണക്കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, നീ എവിടെ പോവുകയാണ്? ദിനേശ് की माँ മഷീൻ ചലാത്തെ ചലാത്തെ ഏകദം സോർ സെ ബോലി. ദിനേശിൻ്റെ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? മഷീൻ ചലാത്തെ ചലാത്തെ, തുന്നുന്ന മെഷീൻ എന്ത് ചെയ്യുകയാണ്? അതിൽ തുണി തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മെഷീൻ ചലിപ്പിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉച്ചത്തിൽ ചോദിച്ചു, നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചു. പരന്തു ദിനേശ് രുക്കാ നഹീം, പക്ഷേ ദിനേശ് എന്ത് ചെയ്തില്ല? രുക്കാ നഹീം, അവൻ നിന്നില്ല. ഉസ്നെ പൈരോമേൻ ചപ്പൽ ഭീ നഹീം പെഹനി, അവന് പൈരോമേം, അവൻ്റെ കാലുകളിൽ ചപ്പൽ ഭീ നഹീം പെഹനി, അവന് ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ജൂൺ കാ മഹീന ഥാ, ജൂൺ മാസമായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ ആ ടൈമിൽ നല്ല ചൂടാണല്ലോ അല്ലേ. ധർത്തി തവേക്ക് തരഹ് തബ് രഹി ഥി, ധർത്തി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഭൂമി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ധർത്തി ഭൂമിയാണ്, ഭൂമി തവേക്ക് തരഹ് തബ് രഹി ഥി, തവ പോലെ, അടുപ്പത്ത് വെച്ചിരിക്കുന്ന തവ പോലെ എന്ത് ചെയ്തിരിക്കുകയാണ്? ചുട്ടുപൊള്ളിയിരിക്കുകയായിരുന്നു. पर दिनेश को पैरों के जलने की भी चिंता नहीं थी. പക്ഷെങ്കിൽ ദിനേശിന് पैरों के जलने की भी चिंता नहीं, കാല് പൊള്ളും എന്നുള്ള ചിന്തയൊന്നും ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ശബ്ദം കേട്ടിടത്തേക്ക് ഓടുക, അത്ര തന്നെ. वह जहाँ से आवाज़ आई थी उसी ओर भाग चला. ദിനേശ് എന്താ ചെയ്തത്? ബഹു ജഹാസെ ആവാസായി ഥി, എവിടെ നിന്നാണോ ശബ്ദം കേട്ടിരുന്നത്, ഉസി ഓർ ഭാഗ് ചല, അവിടേക്ക് അവൻ ഓടിപ്പോയി അല്ലേ. सामने की क्यारी में भिंडियों के ऊंचे ऊंचे पौधे थे.
एक और सीताफल की घनी बेल फैली हुई थी। क्यारियों के चारों ओर हरे हरे केले के वृक्ष लहरा रहे थे। दिनेश ने जल्दी जल्दी भिंडियों के पौधों को उलटना पलटना आरंभ किया। जब वहाँ कुछ नहीं मिला तो उसने सारी सीताफल की बेल चान मारी। सामने की क्यारी में भिंडियों के ऊंचे ऊंचे पौधे थे। भिंडी लेडीज फिंगर ആണ്. സാമ്യക്ക് ക്യാരി ദിനേശ് ചെന്നപ്പോൾ അതിന് തൊട്ടു മുന്നിലുള്ള ക്യാരി മീൻസ് നമ്മൾ പാടത്തൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് തിട്ടകളുണ്ടാകും. മൺതിട്ടകളിലാണല്ലോ കൃഷി ചെയ്യുന്നത്. അത്തരം മൺതിട്ടകൾക്കാണ് ക്യാരി എന്ന് പറയുന്നത്. അവിടെ എല്ലാ മൺതിട്ടകളിലൊക്കെ ഇതിനിടയ്ക്കൂടെ വെള്ളം പോകാനുള്ള ചാലുകളും ഉണ്ടാകും അല്ലേ. അങ്ങനെ അവിടെയൊക്കെ ലേഡീസ് ഫിംഗറിൻ്റെയൊക്കെ വലിയ വലിയ ചെടികൾ നിൽപ്പുണ്ടായിരുന്നു. ഏക്കോർ സീതാഫൽ കി ഘനി ബേൽ ഫെയിലി ഹുയി. ഒരു സൈഡിൽ സീതപ്പഴം എന്ന് പറയുന്ന അതിൻ്റെ ഘനി ബേൽ ഫെയിലി ഹുയി തി. അതിൻ്റെ വള്ളികൾ ഘനി ബേൽ അതിൻ്റെ വള്ളിക്കൂട്ടങ്ങൾ ഇങ്ങനെ പടർന്നു കിടപ്പുണ്ടായിരുന്നു. ക്യാരിയോं के चारों ओर ഹരേ ഹരേ കേലേ കെ വൃക്ഷ ലഹരാ രഹേ ഥേ. ഈ മൺതിട്ടകളുടെയൊക്കെ പാടത്തിൻ്റെയൊക്കെ മൺതിട്ടകളുടെ 4 സൈഡിലും ഹരേ ഹരേ കേൽ കെ വൃക്ഷ നല്ല പച്ചപ്പുള്ളതായ വാഴകളും ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. दिनेश ने जल्दी जल्दी भिंडियों के पौधों को उलटना पलटना आरंभ किया. ദിനേശ് എന്ത് ചെയ്തു? ജൽദി ജൽദി വേഗം വേഗം ഈ ലേഡീസ് ഫിംഗറിൻ്റെയൊക്കെ തൈകളെ എന്ത് ചെയ്തു? ഉലട്ടിന പലട്ടിന ആരംഭിക്കുക. അതിനെയൊക്കെ തിരിച്ചും മറിച്ചും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും നോക്കി. ജവഹ കുച്ച് നഹി മിലാത്തോ. അവിടെ നിന്നൊന്നും കിട്ടാതായപ്പോൾ ഉസ്നെ സാരി സീതാഫൽ കെ ബേൽ കി ചാൻ മാരി. മുഴുവൻ സീതപ്പഴത്തിൻ്റെയും അതിൻ്റെ ആ വള്ളിപ്പടർപ്പുകളെയൊക്കെ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചു പറിച്ചൊക്കെ മാറ്റി നോക്കി. बराबर में ही घूस ने गड्ढे बना रखे थे. टूटते टूटते जब उसकी निगाह उधर गई तो उसने देखा कि गड्ढे के ऊपर ही एक बिल्कुल नई चमचमाती किरमिच की गेंद पड़ी है. बराबर में അതിന് സമാന്തരമായിട്ട് പാരലായിട്ടുള്ള ഒരു സൈഡിൽ ഘൂസിനെ ഈ നമ്മുടെ ദിനേശ് നിന്നതിന് പാരലായിട്ടുള്ള സൈഡിൽ ഘൂസിനെ ഗഡ്ഡെ ബനാ രഹേത്. ഘൂസ് തുരപ്പനെലി എന്ന് പറയുന്ന എലിയുടെ തന്നെ വിഭാഗത്തിൽപ്പെട്ട മണ്ണിനുള്ളിൽ മാളമുണ്ടാക്കി ജീവിക്കുന്ന എലിയുടെ വിഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ് തുരപ്പനെലി എന്ന് പറയുന്നത്. അത് ഗഡ്ഡെ ബനാരഹേത്തെ കുഴി കുഴിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മാളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ടൂണ്ടത്തെ ജബ് ഉസ്കി നിഗാഹ് അങ്ങനെ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ച് ഉസ്കി നിഗാഹ് അവൻ്റെ ദൃഷ്ടി, ദിനേശിൻ്റെ ആ ദൃഷ്ടി ഉദരുകയി ആ മാളത്തിലേക്ക് പതിഞ്ഞപ്പോൾ ഉസ്നെ ദേക്കാക്കി അവൻ കണ്ടത് ഇതാണ്. ഗഡ്ഡേക്ക് ഊപ്പർ ഹി ആ മാളത്തിൻ്റെ മുകളിൽ തന്നെ ഏക് ബിൽക്കുൽ നൈ ചംചമാത്തി കിർമിഷ് കി ഗേന്ദ് പടി ഹേ. എന്ത് ചെയ്തിരിക്കുന്നു? ഏക് ബിൽക്കുൽ നൈ തീർത്തും പുതിയതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള അല്ലെ പുത്തനെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചംചമാത്തി തിളങ്ങുന്ന കിർമിച്ച് കി ഗേന്ദ് കിർമിച്ച് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ബോൾ അവിടെ കിടക്കുന്നു. ദിനേശിനെ ഹാത്ത് ബഡാക്കർ ഗേന്ദ് ഉഡാലി. ദിനേശ് എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്തത്? ഹാത്ത് ബഡാക്കർ അങ്ങനെ കൈ നീട്ടി ഗേന്ദ് ഉഡാലിയ പന്തെടുത്തു. लगता था जैसे किसी ने उसे आज ही बाजार से खरीदा है. लगता था ഇങ്ങനെ തോന്നിയിരുന്നു ദിനേശിന് ആ ടൈമിൽ. ജൈസെ കിസിനെ ഉസെ ആജ് ഹി ബാസാർ സെ ഖരീദാ ഹെ. അതായത് കിസിനെ ആരോ ഉസെ ഇതിനെ ഈ ബോളിനെ ആജ് ഹി ബാസാർ സെ ഖരീദാ ഹെ. ആജ് ഹി ഇന്ന് തന്നെ ബാസാർ സെ ഖരീദ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് ദിനേശിന് മനസ്സിലായി. കാരണം അത് അത്രത്തോളം നല്ലതായിട്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ദിനേശിന് മനസ്സിലായി ഇത് പുതിയ ഗേന്താണല്ലോ എന്ന് ദിനേശിന് തോന്നി. उसने उसे उलट पलट कर देखा परंतु कुछ भी समझ में नहीं आया. उसने उसे നമ്മുടെ ഉസ്നെ എന്ന് പറയുമ്പോൾ വഹു പ്ലസ് നെ അവൻ, അതായത് നമ്മുടെ ദിനേശ് ഉസേ എന്ന് പറയുമ്പോൾ അതിനെ പന്തിനെ ഉലട്ട് പലട്ട് കരുതേക്ക അതിനെ തിരിച്ചും മറിച്ചും എല്ലാം നോക്കി. പരന്തു കുച്ച് ബി സമജ് മേ നഹി ആയ പക്ഷെ ഒന്നും തന്നെ മനസ്സിലായില്ല. ഇതെന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കഥയെന്ന് നമ്മുടെ ദിനേശിന് പിടിയിട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. നസർ ഉഡാക്കർ ഉസ്നെ പാസ് की तिमांचिली इमारत की ओर देखा कि हो सकता है किसी बच्चे ने इसे ऊपर से फेंका हो परंतु
उस इमारत के इस ओर खुलने वाले सफ़ेद दरवाजे और खिड़कियां बंद थे. നസർ ഉടാക്കർ അവൻ അവിടെ നിന്ന് ഈ പന്ത് കയ്യിലെടുത്തിട്ട് അവൻ്റെ ദൃഷ്ടി എവിടേക്ക് പതിഞ്ഞു? ഉസ്നെ പാസ് കി തിമഞ്ചലി ഇമാരത് കി ഓർ ദേഖ. എവിടേക്ക് നോക്കി? തൊട്ടടുത്തുള്ളതായ തിമഞ്ചലി 3 നിലയുള്ള ഒരു ഇമാരത്ത് മീൻസ് ബിൽഡിംഗ് ആണ്, ഒരു കെട്ടിടം. അതിലേക്ക് അവൻ നോക്കി. ഹോ സക്താ ഹെ, ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. കിസി ബച്ചേനെ, ഏതോ കുട്ടി ഇസെ ഊപ്പർ സെ ഫേങ്കാഹോ, അതിനെ മുകളിൽ നിന്ന് എറിഞ്ഞതായിരിക്കാം. ഈ 3 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞതായിരിക്കാം. പരന്തു എന്നാൽ ഉസ് ഇമാരത്ത് കെ ഇസ് ഓർ ഖുൽനെ വാലെ, ഈ ബിൽഡിങ്ങിൻ്റെ ഇസ് ഓർ ഖുൽനെ വാലെ, അതായത് ഈ ബോൾ വീണ സൈഡിലേക്ക് ഖുൽനെ വാലെ തുറക്കാൻ പറ്റുന്നതായിട്ടുള്ള സഫി ദർവാസെ, എല്ലാ വാതിലുകളും അവർ കിടക്കിയാം, അതുപോലെ തന്നെ ജനലുകളും എല്ലാം ബന്ധുതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ജനലിലൂടെയും വാതിലിലൂടെയും ഒന്നും വീണതല്ല. ഛത് കി മുണ്ടേർ സെ ലേക്കർ നീച്ചെ തക് തേജ് ധൂപ് ചിൽച്ചില രഹി തി. ഛത് കി മുണ്ടേർ സെ ലേക്കർ, അതായത് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് നീച്ചെ തക്ക് താഴേക്ക് തേജ് ധൂപ് ചിൽച്ചില രഹി തി, ഭയങ്കരമായ ചൂട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ദിനേശിന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിർ കോൻ ഖരീദ് സക്താ ഹെ നയി ഗേന്ദ്, പിന്നെ കോൻ ഖരീദ് സക്താ ഹെ, ആര് വാങ്ങിയതാവും ഈ പുതിയ പന്ത്? ദിനേശിനെ സുധീർ, അനിൽ, അരവിന്ദ്, ആനന്ദ്, ദീപക് സഭി കെ നാം മൻ മേ ദോഹരായെ. ദിനേശ് എന്ത് ചെയ്തു? സുധീറിൻ്റെ പേരോർത്തു. ഇനി സുധീറാണോ, അനിലാണോ, ഇനി അരവിന്ദ് വാങ്ങിയതാണോ, ആനന്ദ്, ദീപക്, ഇവരുടെയൊക്കെ പേരുകൾ സഭി കെ നാം, എല്ലാവരുടെയും പേരുകൾ മൻമേ ദൊഹരായെ, ദൊഹരാന ആവർത്തിച്ച് പറയുക. അവൻ്റെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. യദി ഗേന്ദ് ഖരീദ് ബി ഹെ തോ ഇസ് ദോപഹരി മേ ഇസെ നീച്ചെ കോൻ ഫേങ്കേഗ. യദി ഗേന്ദ് ഖരീദി ബി ഹെ, ഇനി എങ്ങാനും പന്ത് വാങ്ങിച്ചിരുന്നു എങ്കിൽ തന്നെ ഇസ് ദോപഹരി മേ, ഈ ഉച്ച സമയത്ത് ഇസെ നീച്ചെ കോൻ ഫേങ്കേഗ, ഇതിനെ ഈ താഴേക്ക് എറിഞ്ഞത് ആരായിരിക്കും എറിഞ്ഞത്? ഹോ ന ഹോ एक गेंद बाहर से ही आई है. उसने सड़क पर बने गोल चक्कर के बगीचे की ओर देखा, परंतु वहाँ पर केवल 2-4 गायें ही दिखाई पड़ी जो पेड़ों के नीचे सुस्ता रही थी. ഹോ ന ഹോ, എന്ത് തന്നെ ആയിക്കോട്ടെ, എ ഗേന്ദ് ബാഹർ സെ ഹി ആയി ഹെ, ഈ പന്ത് വന്നിരിക്കുന്നത് പുറത്തുനിന്ന് തന്നെയാണ്. ദിനേശിൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള തോട്ടത്തിൽ വന്ന് വീണിരിക്കുന്നത് അത് പുറത്തുനിന്ന് തന്നെ വന്നതാണെന്ന് ദിനേശ് മനസ്സിലാക്കി. ഉസ്നെ സടക്ക് പർ ബനെ ഗോൾ ചക്കർ കെ ബഗീച്ചെ കി ഓർ ദേഖ. ഉസ്നെ സടക്ക് പർ ബനെ, ദിനേശ് എന്ത് ചെയ്തു? റോഡിൽ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ഗോൾ ചക്കർ കെ ബഗീച്ച, വൃത്താകൃതിയിലുള്ള ഒരു തോട്ടം, അതിലേക്ക് നോക്കിയപ്പോൾ വഹാം പർ കേവൽ 2-4 ഗായേ ഹി ദിക്കായി പടി, അവിടെ ഒരു 2-4 പശുക്കളെ മാത്രമേ കാണാൻ സാധിക്കത്തുണ്ടായിരുന്നുള്ളൂ. പേടോങ്കെ നീച്ചെ സുസ്താ രഹി തി, അതെന്ത് ചെയ്യുകയാണ്? ഈ പശുക്കൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അതുങ്ങൾ ഉറങ്ങിക്കിടക്കുകയുമായിരുന്നു. उसे ध्यान आया कि जाने कितनी बार अपने मोहल्ले के बच्चों की गेंदें क्रिकेट खेलते हुए दूर चली गई और फिर कभी नहीं मिली. एक बार तो एक गेंद एक चलते हुए ट्रक में भी जा पड़ी थी. उसे ध्यान आया कि പെട്ടെന്ന് അവന് എന്ത് ചെയ്തു? അവൻ്റെ ശ്രദ്ധ വന്നു. ജന കിത്തനി ബാർ, എത്രയോ പ്രാവശ്യം അപ്നെ മൊഹല്ലേക്ക് ബെച്ചോങ്കി ഗേന്ദ, തൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന കുട്ടികളുടെ ഗേന്ദേ, ഇതുപോലുള്ള പന്തുകൾ ക്രിക്കറ്റ് കേൽത്തേ ഹുയെ, ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൂർ ചലിയുകയും എവിടോട്ടെങ്കിലുമൊക്കെ തെറിച്ചു പോവുകയും അവർ ഫിർ കഭി നഹി മിലി, പലപ്പോഴും കിട്ടാറുമില്ല. ഏക്ക് ബാർ, ഒരിക്കൽ ഏക്ക് ഗേന്ദ്, ഒരു പന്ത് കളിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഏക്ക് ചലത്തെ ഹുയെ ട്രക്ക് മേം ഹി ജാ പടി തി, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രക്കിൽ പോയി വീണിരുന്നു, അതങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് നമ്മുടെ ദിനേശിന്, അല്ലേ? തബി ഭീതർ സെ മാംഗി ആവാസ് ആയി, അരേ ദിനേശ് തു സുനേഗാ നഹി, സബ് അപ്നെ അപ്നെ ഘറോ മേ സോ രഹേ ഹേ ഓർ തു ധൂപ് മേ ഘൂം രഹാ ഹേ. ഇത്രയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭീതർ സെ, ഉള്ളിൽ നിന്ന്, മാംഗി ആവാസായി, അമ്മയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അരേ ദിനേശ് തു സുനേഗാ നഹി,
ദിനേശ് നീ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്? സബ് അപ്നെ അപ്നെ ഘറോ മേ സോ രഹേ ഹെ, എല്ലാവരും അവരവരുടെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തു ധൂപ് മേ ഘൂം രഹാ ഹെ, നീ വെയിലത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയുമാണ് എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തു? വഴക്ക് പറഞ്ഞു, അകത്ത് കയറാനെന്നല്ലേ. दिनेश गेंद को हाथ में लिए हुए भीतर आ गया. ठंडे फर्श पर बिछी चटाई पर वह लेट गया और सोचने लगा, भले ही ये गेंद मोहल्ले में से किसी की ना हो, परंतु ईमानदारी इसी में है कि एक बार सबसे पूछ लिया जाए. दिनेश गेंद को हाथ में लिए हुए, ദിനേശ് ഈ പന്തിനെ കയ്യിലാക്കിക്കൊണ്ട് ഭീത്തരാകെ, അമ്മ പറഞ്ഞപ്പോൾ അകത്ത് കയറി. ഡണ്ടേ ഫർഷ് പർ, തറയിൽ തണുപ്പുണ്ട്, തണുത്ത തറയിൽ, ബിച്ചി ചടായി പർ, വിരിച്ചിരിക്കുന്ന പായിൽ, ബിച്ചിന് വിരിക്കുക, അങ്ങനെ തണുത്ത തറയിൽ വിരിച്ചിരിക്കുന്ന പായിൽ, വഹ ലെട്ട് ഗയ, എന്ത് ചെയ്തു? അവനെ കിടന്നു. അവർ സോച്ചനെ ലഗ, അവൻ എന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഭലേ ഹി എ ഗേന്ദ് മൊഹല്ലെ മേം സെ കിസി കി ന ഹോ, ശരിക്കും എ ഗേന്ദ്, ശരിക്കും ഭലേഹി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ ഗേന്ദ്, ഈ പന്ത്, മൊഹല്ലെ മേം സെ കിസി കി ന ഹോ, ഈ പ്രദേശത്തുള്ള ആരുടേതും ആയിരിക്കില്ല. പരന്തു ഈമാൻദാരി ഇസി മേം ഹി, പക്ഷെങ്കിൽ ഈമാൻദാരി, സത്യസന്ധത എന്ന് പറയുന്ന ഇതിലാണ്. ഏതിലെ? ഏക് ബാർ സബ്സെ പൂച്ച് ലിയാ ജായ്, ആരുടേതും അല്ലെങ്കിൽ പോലും ഒരു പ്രാവശ്യം ഏക് ബാർ സബ്സെ പൂച്ച് ലിയാ ജായ്, എല്ലാവരോടും ഒന്ന് ചോദിക്കണം, നിങ്ങളുടെ ആരുടെയെങ്കിലും ആണോ എന്ന് ഒരു പ്രാവശ്യം ചോദിക്കുന്നതിലാണ് ആ സത്യസന്ധതയുള്ളത്. ഗർമിക്ക് ചുട്ടിയാന്തി, വേനൽക്കാലമായിരുന്നു, അതുപോലെ തന്നെ അവധിയുമായിരുന്നു, വേനൽ അവധിയായിരുന്നു. ബച്ചോനെ കേൽനേക്ക് സുവിധ കോ ധ്യാൻ മേ രഖ്തേ ഹുയെ ഏക് ക്ലബ് ബനായ ഹുവാ ഥാ, വേനൽ അവധിയാകുന്ന സമയത്ത് കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? ബച്ചോനെ കേൽനേക്ക് സുവിധ കോ, കുട്ടികൾ കളിക്കാനുള്ള സുവിധ, അതിനുള്ള സൗകര്യങ്ങൾ, ധ്യാൻ മേ രഖ്തേ ഹുയെ, അവർ അതിനെക്കുറിച്ച് കൂടി ആലോചിച്ച് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഏക് ക്ലബ് ബനായ ഹുവാ ഥാ, ഒരു ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഉസ് ക്ലബ് മേ സഭി ബച്ചോं के लिए ബല്ലേ थे, ഉസ് ക്ലബ് മേ, ആ ക്ലബിൽ സഭി ബച്ചോं के लिए, എല്ലാ കുട്ടികൾക്കും ബല്ലേ थे, ബല്ല മീൻസ് ബാറ്റാണ്, ബാറ്റ് ഉണ്ടായിരുന്നു. അവർ ഗേന്ദ് ഖരീദിനെ के लिए, പന്ത് വാങ്ങാൻ വേണ്ടിയിട്ട്, വേ ആപ്പസ് മേ ക്ലബ് കാ ചന്ദ ദേക്കർ പൈസ ഇക്കട്ട കർ ലേത്തെ थे, അവർ പിരിവിട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? പൈസ ഇക്കട്ട കർ ലേത്തെ थे, അവർ പരസ്പരം പിരിവിട്ട് അത് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഷാം കോ സാരേ ബച്ചെ ഇക്കട്ട ഹുയെ, വൈകുന്നേരത്തെ ഷാം കോ സാരേ ബച്ചെ, എല്ലാ കുട്ടികളും ഇക്കട്ട ഹുയെ, ഒന്നിച്ച് ചേർന്നു. ദിനേശിനെ സഭി സെ പൂച്ച, ദിനേശ് എല്ലാവരുടെ അടുത്തും ചോദിച്ചു. മുझे एक गेंद मिली है, എനിക്ക് ഒരു പന്ത് കിട്ടിയിട്ടുണ്ട്. അഗർ തുമേം സെ किसी की गेंद खो गई हो तो वह गेंद की पहचान बताकर गेंद मुझसे ले सकता है. ദിനേശ് പറഞ്ഞ ഇതാണ്, എനിക്കൊരു പന്ത് കിട്ടിയിട്ടുണ്ട്. അഗർ തുമേം സെ കിസി കി ഗേന്ദ്, നിങ്ങളിൽ ആരുടെയെങ്കിലും കിസി കി ഗേന്ദ് ഖോ ഗയി, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വ ഗേന്ദ് കി പെഹച്ചാൻ ബതാക്കർ, ആ ഗേന്ദിൻ്റെ അടയാളം പറയുകയാണെങ്കിൽ ഗേന്ദ് മുझसे ले सकता है, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആ പന്ത് മേടിക്കാൻ സാധിക്കുമെന്ന് ദിനേശ് പറഞ്ഞു അല്ലേ. തഫി അനിൽ ബോല ഗേന്ദ് തോ മേരി ഖോ ഗയി ഹി, ആ സമയത്ത് അനിൽ പറഞ്ഞു ഗേന്ദ് എൻ്റെ പന്ത് കളഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അബ് ഖോയി ഥി തേരി ഗേന്ദ്, കബ് ഖോയി ഥി തേരി ഗേന്ദ്, എപ്പോഴാണ് നിൻ്റെ പന്ത് നഷ്ടപ്പെട്ടത്? ഇത് കൊയ് 4 മഹീനെ പെഹലെ, അതൊരു 4 മാസം മുന്നിട്ടാണ്. തോവ ഗേന്ദ് തേരി നഹി, അപ്പോൾ ദിനേശ് പറഞ്ഞു അപ്പോൾ പന്ത് നിൻ്റെ അല്ല, 4 മാസം മുമ്പ് പോയ പന്താണെങ്കിൽ അത് നിൻ്റെ അല്ല. ഫിർ വഹ് മേരി ഹോഗി, എന്നാൽ അത് എൻ്റെ ആയിരിക്കും. സുധീറിനെ തുരന്ത് ഉസ് പർ അപ്ന അധികാർ ജതാത്തെ ഹുയെ കഹ, അനിലിൻ്റെ അല്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സുധീർ ഉസ് പർ അപ്പന അധികാർ ജതാത്തെ ഹുയി, അതിൻ്റെ മേൽ തൻ്റെ അധികാരം സ്ഥാപിച്ചുകൊണ്ട് പറയുകയാണ് അതെന്നാ എൻ്റെ ആണെന്ന്. ഓ കൈസേ, ദിനേശിനെ പൂച്ച, ദിനേശ് ചോദിച്ചു അതെങ്ങനെയാണ് നിൻ്റെ ആവുന്ന സുധീർ? തൂ മുझे ഗേന്ദ് ദിക്കാതെ മേ അപ്നി നിശാനി ബതാ ദൂംഗ, തൂ മുझे ഗേന്ദ് ദിക്കാതെ, നീ എന്നെ പന്ത് കാണിക്ക്, നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന പന്ത് കാണിക്ക്, മേ അപ്നി നിശാനി ബതാ ദൂംഗ, അപ്പോൾ ഞാൻ എൻ്റെ അടയാളം പറയാമെന്ന്. വാഹ് ഏ കൈസേ ഹോ സക്താ ഹേ, दिनेश बोला, गेंद देखकर निशानी बताना कौन सा कठिन है, बिना देखे बता तब जानू. वाह कैसे हो सकता, हाँ കൊള്ളാം, ഇതെങ്ങനെ സംഭവിക്കും?
ദിനേശ് ചോദിച്ചു, ഗേന്ദ് ദേഖ് കർ നിഷാനി ബതാന കോൻസ കഠിൻ ഹെ. പന്ത് കാണിച്ചിട്ട് അടയാളം പറയാൻ ആർക്കാണ് അത്ര ബുദ്ധിമുട്ട്? ബിനാ ദേക്കെ ബത, ബിനാ ദേക്കെ, അത് കാണാതെ പറയണം. സ്വന്തം പന്താണെങ്കിൽ കാണാതെ അറിയായിരിക്കുമല്ലോ ഇന്നതാണ് അടയാളങ്ങൾ എന്നുള്ളത്. അപ്പം ബിനാ ദേക്കെ ബത, നോക്കാതെ തന്നെ പറയണം എന്തൊക്കെയാണ് സ്വന്തം പന്തിൻ്റെ അടയാളങ്ങൾ എന്നുള്ളത്. തബ് ജാനു, അപ്പോഴാണ് നമുക്ക് അറിയാമല്ലോ ആരുടെയാണെന്നുള്ളത്. തഫി ഊപ്പർ സെ ദീപക് ഉദറായ, ആ സമയത്ത് ഊപ്പർ സെ, മുകളിൽ നിന്ന് ദീപക് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടുകാരൻ വന്നു. ദീപക് അപ്പന മത്ലബ് സിദ്ധ് കർനെ തഥാ അക്സർ പഠനെ പർ അവസർ പഠനെ പർ സഭി കോ മിത്ര ബനാ ലേനെ മേ ചതുർ ഥാ. ദീപക് അപ്ന മത്ലബ് സിദ്ധ് കർണെ, ദീപക് പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന്, തൻ്റെ ആശയങ്ങളെ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും, അവസർ പഠനേപ്പർ, എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, ഒരു അവസരം കിട്ടുകയാണെങ്കിൽ, സബീക്കോ മിത്ര ബനാലേനേമേ ചതുരത, ആരെങ്കിലുമൊക്കെ മിത്ര ബനാലേന, സുഹൃത്താക്കാനൊക്കെ ചതുരായിരുന്നു, വളരെ മിടുക്കനായ സമർത്ഥനായിരുന്നു. ഗേൻ കി ബാത് സുൻകർ ദീപക് ബോല, ഈ പന്തിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ദീപക് എന്താ പറഞ്ഞത്? ഗേന്ദ് മേരി ഹേ, പന്ത് എൻ്റെയാണ്. കൈസി തേരി ഹേ, സഫീനെ എക് സാത്ത് പൂച്ച, എല്ലാവരും എക് സാത്ത് ഒരുമിച്ച് ചോദിച്ചു, എങ്ങനെ നിൻ്റെ ആവും? കൽ ഹി തോ തു കഹ് രഹാ ഥാ കി ഇസ് ബാർ തേരെ പാപ്പ തുझे ഗേന്ദ് ലാനെ കെ ലിയെ പൈസെ നഹീ ദേ രഹേ ഹേ. കൽ ഹി തോ, ഇന്നലെ തന്നെയല്ലേ നീ പറഞ്ഞിരുന്നത്, ഇപ്രാവശ്യവും തേരെ പാപ്പ, നിൻ്റെ അച്ഛൻ, തുझे ഗേന്ദ് ലാനെ കെ ലിയെ, എന്താണ്, പന്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ നഹീ ദേ രഹേ ഹേ, പൈസ തരുന്നില്ല എന്ന് ഇന്നലെ കൂടി നീ പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെ എങ്ങനെ നിൻ്റെ പന്താവും? മേരി ഗേന്ദ് തോ 5 മഹീനെ പെഹലെ ഖോയി थी, ദീപക് ने कहा. जब बड़े भैया की शादी हुई थी ना, तभी सुनील ने मेरी गेंद छत पर से नीचे फेंक दी थी. मेरी गेंद तो 5 മഹീനെ പെഹലെ ഖോയി थी. എൻ്റെ പന്ത് യഥാർത്ഥത്തിൽ 5 മാസം മുമ്പേ നഷ്ടപ്പെട്ടതായിരുന്നു, ദീപക് പറഞ്ഞു. ജബ് ബഡേ ഭയ്യാക്കി ഷാദി ഹുയി ഥീന, എൻ്റെ മൂത്ത സഹോദരൻ്റെ വിവാഹം നടന്നിരുന്നുവല്ലോ. തബി, അപ്പോൾ സുനിലിനെ മേരി ഗേന്ദ് ഛത് പർ സെ നീച്ചെ ഫേങ്ക് ദീ ഥി, ആ സമയത്ത് സുനിൽ എന്ത് ചെയ്തു? എൻ്റെ പന്ത് ഛത് പർ സെ, വീടിൻ്റെ ടെറസിൽ നിന്നിട്ട്, നീച്ചെ ഭേങ്ക് ദീ ഥി, താഴേക്ക് എറിഞ്ഞിരുന്നു. ദിനേശ് അച്ചി തരഹ് ജാൻതാ ഥാ കി എ ഗേന്ദ് ദീപക് കി നഹി ഹെ, ദിനേശിന് നന്നായിട്ട് അറിയാമായിരുന്നു എ ഗേന്ദ് ദീപക് കി നഹി ഹെ, ഈ പന്ത് ദീപകിൻ്റെ അല്ല എന്ന്. ദീപക് കി ഗേന്ദ് 5 മഹീനെ പെഹലെ ഖോയി ഥി, ദീപകിൻ്റെ പന്ത് യഥാർത്ഥത്തിൽ 5 മഹീനെ പെഹലെ, 5 മാസം മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. അവർ എക് കബി ഹോ ഹി നഹി സക്താ കി ഗേന്ദ് 5 മഹീനെ പടി രഹെ और उस पर मिट्टी का एक भी दागा न रहे. और കബി ഹോ ഹി നഹി സക്താ കി, ഇതൊരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവത്തില്ല. ഗേന്ദ് 5 മഹീനെ പടി രഹി, പന്ത് 4-5 മാസം മുമ്പേ വീണതായിരിക്കാൻ ഒരു ചാൻസും ഇല്ല. और उस पर मिट्टी का एक भी दाग न रहे, പക്ഷേ ഈ പന്തിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു പൊടിയോ മണ്ണോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിരുന്നു അത് ദിനേശിൻ്റെ അല്ല. 5 മാസം മുമ്പേ വീണ പന്താണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ എന്തുണ്ടാവുമായിരുന്നു? മണ്ണും പൊടിയും അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. ദീപക് നെ കഹ മേ കുച്ച് നഹീ ജാൻതാ, അപ്പോൾ ദീപക് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. ഗേന്ദ് മേരി ഹേ, ഓഹ് മേരി ഹേ ഓർ സിർഫ് മേരി ഹേ, പന്ത് എൻ്റെയാണ്, അതെൻ്റെയാണ്. ഓർ സിർഫ് മേരി ഹേ, അതെൻ്റെ തന്നെയാണ് എന്ന് ആര് ഉറപ്പിച്ചു പറഞ്ഞു? ദീപക് ഉറപ്പിച്ചു പറഞ്ഞു. ഇത്രയും എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലുണ്ടാവും. വളരെ ലെങ്തി ആയി പോകും എന്നതിനാലാണ് ഞാൻ 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കേ.